സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടയിലും സർക്കാരിന്റെ അനാസ്ഥ. റിസർവ് ഫോറസ്റ്റ് വാച്ചർമാരുടെ പ്രമോഷൻ മരവിപ്പിച്ചും പുതിയ ഉദ്യോഗസ്ഥരെ ജോലിക്ക് എടുക്കാതെയുമാണ് സർക്കാരിന്റെ അലംഭാവം. ഫോറസ്റ്റ് വാച്ചർമാരുടെ തസ്തികയിലേക്കുള്ള മെയിൻ റാങ്ക് ഇഷ്ടപ്പെട്ടവർ വരെ ജോലി കിട്ടാതെ പുറത്തു നിൽക്കുമ്പോഴാണ് മതിയായ ഉദ്യോഗസ്ഥരില്ലാതെ വനംവകുപ്പ് മുന്നോട്ടു പോകുന്നത്. 10 വർഷത്തിലധികം സർവീസ് ഉണ്ടായിട്ടും ഉദ്യോഗ കയറ്റം ലഭിക്കാതെ ഒരു കൂട്ടം റിസർവ് ഫോറസ്റ്റ് വാച്ചർമാർ. മറുവശത്ത് റാങ്ക് ലിസ്റ്റ് വന്ന് 2 വർഷം പിന്നിട്ടിട്ടും നിയമനം ലഭിക്കാത്ത കേരള PSCയുടെ റിസർവ് ഫോറസ്റ്റ് വാച്ചർ ഉദ്യോഗാർത്ഥികൾ. നിലവിൽ റിസർവ് ഫോറസ്റ്റ് വാച്ചർമാരായി 13 വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ചിട്ടും ഉദ്യോഗ കയറ്റം ലഭിക്കാത്തതാണ് ഇരുവിഭാഗങ്ങളെയും പ്രതിസന്ധിയിലാക്കിയത്. ഉദ്യോഗ കയറ്റം നിലച്ചതോടെ വകുപ്പിൽ ഒഴിവുകളില്ലാതായതാണ് ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയായത്. 2010 ഭേദഗതിയിൽ ഫോറസ്റ്റ് വാച്ചർ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കാൻ ഫിറ്റ്നസ് ടെസ്റ്റ് നിർബന്ധമാക്കി. ഫിറ്റ്നസ് ടെസ്റ്റിനുള്ള 8 ഇനങ്ങളിൽ 5 എണ്ണമെങ്കിലും പാസ്സാവുന്നവർക്ക് ഉദ്യോഗ കയറ്റത്തിന് അർഹതയുള്ളൂ. സർവീസിൽ പ്രവേശിച്ച് 8-10 വർഷത്തിനു ശേഷം ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നത് പ്രായോഗികമല്ല. പ്രായമേറുന്നത് കാരണം ടെസ്റ്റ് പാസ്സാകാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് ജീവനക്കാർ. അടിയന്തരമായി നിലവിൽ അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം നൽകി പുറത്ത് ജോലിക്കായി കാത്തു നിൽക്കുന്നവരെ പരിഗണിക്കണമെന്നാണ് ഇരു കൂട്ടരുടെയും ആവശ്യം. ജനം, തിരുവനന്തപുരം.